135 വാക്യം 135. അടിയന്റെ മേൽ നിന്റെ മുഖം പ്രകാശിപ്പിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണം. മേക്ക് യുവർ ഫേസ് ഷൈൻ അപ്പോൺ യുവർ സെർവൻറ്റ് ആൻഡ് ടീച്ച് മീ യുവർ സ്റ്റാറ്റ്യൂസ്. മേക്ക് യുവർ ഫേസ് ഷൈൻ അപ്പോൺ മീ. നിന്റെ മുഖം എൻ്റെ മേൽ പ്രകാശിപ്പിക്കണമേ. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിലും ഇങ്ങനെ വായിക്കുന്നു, ദൈവം തൻ്റെ തിരുമുഖം തൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിനക്ക് കൃപയുണ്ടാകട്ടെ, അല്ലെ കൃപ നൽകുമാറാകട്ടെ. സംഖ്യാപുസ്തകം നമ്പേഴ്സ് 6:25. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ നമ്മുടെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ നമ്മുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്, നമുക്കൊരു നല്ല ജോലി ലഭിക്കുന്നതോ, നമുക്ക് നല്ല ഒരു ചുറ്റുപാട് ലഭിക്കുന്നതോ, നമുക്ക് നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാകുന്നതോ, നമുക്ക് നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതോ ഒന്നുമല്ല. The one of the greatest goal that we can achieve, or one of the important thing that we can achieve is ദൈവം തൻ്റെ മുഖം നമ്മുടെ മേലൊന്ന് പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ദൈവം ടോർച്ചടിക്കുന്നല്ല പറയുന്നത്, അതൊരു അലിഗോറിക്കലായിട്ട്, ഒരു ഇമേജറി ആയിട്ടാണ് പറയുന്നത്. ഇറ്റ് മീൻസ് സിംപ്ലി ദൈവം നമ്മെ നോക്കി ഒന്ന് ചിരിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ നോക്കി ഒന്ന് ചിരിച്ചാൽ, അതെ, നമ്മൾ ചിരിക്കുമ്പോഴാണല്ലോ ബൾബ് കത്തുന്ന പോലെ പ്രകാശമാണെന്നല്ലോ. വാടിയ മുഖത്തോട്ടിരുന്നാൽ എങ്ങനെ ഇരിക്കും? ഭയങ്കര ഇരുണ്ടിരിക്കും. ഒരാളെ നോക്കി ചിരിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇറ്റ് ഈസ് വെരി പ്ലസൻറ്റ് ആൻഡ് ബ്രൈറ്റ്, അല്ലേ? അപ്പോൾ ദൈവം പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇൻഫാക്റ്റ് ദൈവം നമ്മെ നോക്കിയിട്ടൊന്ന് ചിരിച്ചാൽ, ഒന്ന് സന്തോഷിച്ചാൽ, ഓ ദൈവം എന്നെ നോക്കിയിട്ടൊന്ന് ചിരിച്ചല്ലോ എന്ന് ഓർത്താൽ, ദാറ്റ് വുഡ് ബി ദ ഗ്രേറ്റസ്റ്റ് ഗോൾ ഇൻ ദിസ് വേൾഡ്. ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ നോക്കിയിട്ട് ദൈവം എങ്ങനെയായിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാമോ? ദൈവം ഇങ്ങനെ കടന്നിൽ കുറ്റിയ ആളിനെ പോലെ ഇങ്ങനെ ഗൗരവത്തോടാണോ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്? അതോ മേ ഹി ഫീൽ വെരി പ്ലസൻറ്റ്? നമ്മളെ നോക്കിയപ്പോൾ ഒരു പ്രകാശം പരത്താനായി, ചിരിക്കാനായിട്ട് ദൈവത്തിന് തോന്നിയോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗോൾ, മേ ബി the important goal is what makes God smile. എന്നെ നോക്കിയിട്ട് ദൈവത്തിന് എങ്ങനെ, അല്ലെങ്കിൽ ദൈവത്തിന് എന്നെ നോക്കി ചിരിക്കാൻ എങ്ങനെ കഴിയണം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. എന്നെയും നിന്നെയും നോക്കിയിട്ട് ദൈവത്തിന് സന്തോഷമുണ്ടാകുന്നുണ്ടെങ്കിൽ, അവൻ്റെ മുഖം എൻ്റെ മേൽ പ്രകാശിപ്പിക്കാനായിട്ട് അവന് തോന്നുന്നുവെങ്കിൽ, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സോ വാട്ട് മേക്സ് ഗോഡ് സ്മൈൽ? ദൈവം നമ്മെ നോക്കിയിട്ട് എങ്ങനെയാണ് ചിരിക്കാൻ കഴിയുന്നത്, പുഞ്ചിരിക്കാനായിട്ട് കഴിയുന്നത്? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, വേദപുസ്തകത്തിലെ ഒരു ക്യാരക്ടറിനെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ അതൊന്ന് വിശദമാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹൗ ഗോഡ് ക്യാൻ, ഓർ ഹൗ വി ക്യാൻ എക്സാമിൻ ദാറ്റ് വെദർ ഗോഡ് ഈസ് പ്ലീസിങ് ഓൺ അസ്. ദൈവം എന്നെ നോക്കിയിട്ട് സന്തോഷിക്കുന്നു എന്ന് എനിക്ക് എങ്ങനെ തിരിച്ചറിയാം? വാട്ട് മേക്സ് ഗോഡ് സ്മൈൽ? There are 5 factors of worship that makes God smile. There are 5 factors that makes God smile. ഞാൻ പറഞ്ഞു, ഒരു ക്യാരക്ടറിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ദാറ്റ് ഈസ് നൺ അതർ ദാൻ നോഹ. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഒരു വ്യക്തിത്വവും, പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി വളരെ ശക്തമായി പ്രയോജനപ്പെട്ട ഒരു വ്യക്തിയാണ് നോഹ. നോഹയുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കുമ്പോൾ, we could see that 5 factors which made God smile. Praise the Lord. ഒന്നാമത്തെ കാര്യം, അതിൻ്റെ ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകാം. നോഹയുടെ കാര്യം പറയണമെങ്കിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം. ജെനസിസ് ചാപ്റ്റർ 6:8 ഒന്ന് ആദ്യം വായിക്കാമോ? ജെനസിസ് ചാപ്റ്റർ 6:8. ഫെബിനെ ഒരു മിനിറ്റ് എല്ലാവർക്കും ഒന്ന് എടുത്തോട്ടെ. അത്ര ഫാസ്റ്റ് അല്ല നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ, ഒന്ന് അവരൊക്കെ ഒന്ന് എടുത്തോട്ടെ. എല്ലാവരും എടുത്തോ? ജെനസിസ് ചാപ്റ്റർ 6:8 വായിച്ചോ. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ദാറ്റ് ഈസ് വാട്ട് ഐ സെഡ്. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ
കൃപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഇൻഫാക്ട് അത് തന്നെയാണ് ഞാൻ പറയുന്നത്. നോഹയ്ക്ക് യഹോവയുടെ പ്രകാശനം ലഭിച്ചു എന്ന് പറഞ്ഞാൽ നോഹയുടെ മുന്നിൽ ദൈവം ഒന്ന് ചിരിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്നെ അതിശയിപ്പിച്ചത് അതിന്റെ അടുത്ത വാക്യം, 9-ാമത്തെ വാക്യം വായിക്കാം. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. തന്റെ തലമുറയിൽ നിഷ്കളങ്കനും ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. തൻ്റെ തലമുറയിൽ നോഹ നീതിമാനായിരുന്നു എന്ന് പറയുമ്പോൾ തൻ്റെ തലമുറയിൽ വേറെ ആരും നീതിമാനായിട്ട് ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു സമൂഹത്തിൻ്റെ നടുവിൽ നല്ല ആത്മീയനായിട്ട് ജീവിക്കാനുള്ള അവസരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ഉദാഹരണത്തിന് നമ്മുടെ സഭയിലുള്ള ഇത്രയും ആളുകളെ എല്ലാം കൂടെ ഒരു വില്ലേജിൽ കൊണ്ട് താമസിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും എന്തായിരിക്കും? നല്ല ഡീസൻ്റ് ആയിരിക്കും. കാരണം അടുത്ത ആൾ വിശുദ്ധനാണ്, അപ്പുറത്തെ ആൾ വിശുദ്ധൻ, എല്ലാവരും വിശുദ്ധന്മാരിങ്ങനെ സംഘമായിട്ട് താമസിക്കുകയാണ്. നമ്മളെല്ലാവരും വളരെ പെർഫെക്റ്റായിട്ട് ജീവിക്കാനായിട്ട് ഒരു അന്തരീക്ഷമുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോഹയെ നോക്കിക്കേ. നോഹ തൻ്റെ തലമുറയിൽ തൻ്റെ അയൽവക്കക്കാരൻ പ്രശ്നക്കാരൻ, തൻ്റെ മുമ്പിലൂടെ പോകുന്നവൻ അനീതി ചെയ്യുന്നവൻ, തൻ്റെ ചുറ്റുപാടുമുള്ളവരെല്ലാം അനീതി ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൽ ഒരാൾ പോലും ഇല്ല ആര്? നീതിമാനായിട്ടുള്ള ആൾ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഞാൻ ആദ്യമൊക്കെ ഈ കോമ്പൗണ്ടിലേക്ക് വരുമ്പം എത്ര ദൈവമക്കളെ എങ്ങനെ കാണുന്നു, ചുറ്റും പോകുമ്പോൾ ഇടിക്കുമ്പോഴെല്ലാം എല്ലാവരും ചുറ്റും ആൾക്കാരാണ്. എല്ലാം വിശ്വാസികളെ ഇങ്ങനെ കണ്ടുമുട്ടിക്ക് പോവുകയാണ്. എന്നാൽ നോഹ ഒന്ന് നോക്കിക്കേ. നോഹ ഇതുപോലൊരു സിറ്റുവേഷൻ ആണെങ്കിൽ താൻ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ തനിക്കിങ്ങനെ ഒരു ആരാധനയുടെ സൗകര്യമില്ല, തനിക്കൊരു ഹോളില്ല, തനിക്കൊരു ചർച്ചില്ല, തനിക്ക് കൂട്ടായ്മയ്ക്കൊരു ഒരു പ്രാർത്ഥനാ വിഷയം പറയാൻ ഒരു പാസ്റ്റർ ഇല്ല. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ഭാരമൊന്ന് പകർന്നു കൊടുക്കാനായിട്ട് ഒരു സഹവിശ്വാസി ഇല്ല. ആരും തന്നെ തൻ്റെ തലമുറയിൽ നീതിമാനായിട്ടില്ലാതിരിക്കുമ്പോൾ ഒറ്റയ്ക്ക്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി നീതിയോടെ നിൽക്കാൻ കഴിഞ്ഞതാണ് നോഹയുടെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദൈവത്തെ അവൻ എന്ത് ചെയ്തു? സ്നേഹിച്ചു. God smiles when we love him supremely. അവനെ ഏറ്റവും അധികമായി നമ്മൾ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ദൈവം അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കൂട്ടത്തിൽ പാടിപ്പോകുന്നതിനെക്കാട്ടിലും ദൈവം നമ്മളോട് ദൈവത്തിൻ്റെ മുഖം നമ്മളിലേക്ക് പ്രകാശിപ്പിക്കുന്നത് how we are able to, hallelujah, hallelujah, ജീവിതത്തിൽ how we are able to keep our life in a evil world. ഒരു അനീതിയുള്ള ലോകത്തിൽ എങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തെ ദൈവത്തിന് മുമ്പിൽ കാഴ്ചവെക്കാനായിട്ട് കഴിയും? That makes God smile. അതാണ് ദൈവത്തിൻ്റെ പ്രകാശനം, മുഖപ്രകാശം നമ്മുടെ മേൽ ഉദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ചർച്ചിൽ വന്ന് പാട്ടുപാടിയതോ ആരാധിച്ചതോ അന്യഭാഷ പറഞ്ഞതോ സ്വോത്രാഴ്ചയിട്ടതോ ദേശാംശം കൊടുത്തതോ ഒന്നും ദൈവത്തിൻ്റെ മുഖപ്രകാശം നമ്മുടെ മേൽ ഉദിക്കുന്നതിന് കാരണമല്ല. ദൈവത്തിൻ്റെ മുഖപ്രകാശം നമ്മുടെ മേൽ വരുന്നത് how often we are able to live in a evil world. ഒരു നാശകരമായ അനീതിയുള്ള ഒരു ലോകത്തിൽ എങ്ങനെ നീതിയോടെ നിൽക്കാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോഹയുടെ ജീവിതത്തിൽ നോഹയെ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചുറ്റുപാടുമുള്ളവർ അനീതി ചെയ്യുന്നവർ, സഹവിശ്വാസികളില്ല, പ്രാർത്ഥനാ സഹകാരികളില്ല, പ്രെയർ പാർട്ട്നേഴ്സ് ഇല്ല, ചർച്ചില്ല, ഒരു കൂട്ടായ്മയില്ല, ഒന്നുമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ he will be prompted to go to the evil world. അവനൊരു ലോകപ്രകാരമുള്ള ജീവിതത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്ത് നോക്ക്. നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വന്ന് UAE ഇവിടെ വന്നിരിക്കുന്നു, ഇവിടെ ഒറ്റ ചർച്ച് പോലും ഇല്ലെന്ന് വിചാരിച്ചോ? ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ UAEയുടെ ദേശത്ത് ഒരു ചർച്ച് പോലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ആ സ്പിരിച്വൽ ലൈഫ് അങ്ങ് ഡിറ്റോറേറ്റ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് ഓരോ നിമിഷം കഴിയുമ്പോൾ ചുറ്റുപാടിൽ നിന്ന് ഒരു ആത്മീയ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഫെലോഷിപ്പ് ഇല്ലാതെ നിങ്ങളും ഈ ലോക മനുഷ്യരെ പോലെ ഒരു സാധാരണപ്പെട്ടവനായി മാറിപ്പോകും. എന്നാൽ നോഹ അവിടെയാണ് വ്യത്യസ്തനായത്. അവൻ്റെ ജീവിതത്തിൽ ചുറ്റുപാടുമുള്ളവർ അനീതി ചെയ്ത് ജീവിച്ചപ്പോഴും അവൻ്റെ തലമുറയിൽ അവൻ നീതിമാനായി ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പോകുന്ന സാഹചര്യവും ഒരുപക്ഷെ ഇതിന് സമമായിരിക്കും. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, ഒരുപക്ഷെ
your school will be a place where you could see evil things in front of you. Maybe your classmates would be such a kind of person where you can see say various kinds of evil things among them. നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, അവർ ചിലപ്പോൾ രാത്രി ക്ലബിലോ പബ്ബിലോ പോയി വെള്ളമടിക്കാൻ പോകുന്നവരായിരിക്കാം. അവരുടെ കൂട്ടത്തിലായിരിക്കാം നാം നിൽക്കുന്നത്. എങ്കിലും ഒരുപക്ഷെ ഓഫീസിൽ എന്തെങ്കിലും പാർട്ടി ക്രമീകരിച്ചാൽ അവിടെ അല്പം മിനുങ്ങാനൊക്കെയുള്ള അവസരങ്ങളൊക്കെ അവിടെ കാണിക്കും, അവരുണ്ടാക്കും. എന്നാൽ ഹൗ വി ആർ ഏബിൾ ടു സെപ്പറേറ്റ് അവർ സെൽഫ്, അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ നീതിയോടെ നിൽക്കാൻ നമുക്ക് കഴിയുന്ന ആർജവമാണ് പ്രൈസ് ദി ലോർഡ് ദാറ്റ് മേക്സ് ഗോഡ് സ്മൈൽ. അതാണ് യഹോവയുടെ പ്രകാശനം നമ്മുടെ മുഖത്തേക്ക് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനുകൂല സാഹചര്യത്തിൽ പ്രൈസ് ദി ലോർഡ് ആടിയതും പാടിയതും അന്യഭാഷ പറഞ്ഞതും ഒന്നും ദൈവത്തിന് വലിയ പ്ലസന്റ്ഫുൾ ആകത്തില്ല. ഹല്ലേലൂയ. അനുകൂലമല്ലാത്ത ഹല്ലേലൂയ ഈവിൾ നിറഞ്ഞതായ, ദുഷ്ടത നിറഞ്ഞതായ ഒരു കാലഘട്ടത്തിൽ, ഒരു തലമുറയിൽ നമുക്ക് എങ്ങനെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിയും? അതാണ് ദൈവം നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം. കർത്താവ് നമ്മെ നോക്കി സ്മൈൽ ചെയ്യുന്നില്ലെങ്കിൽ, കർത്താവ് നമ്മെ നോക്കിയിട്ട് if he is not pleasing on us, പ്രൈസ് ദി ലോർഡ്, പിന്നെ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട് അർത്ഥം? പിന്നെ ഈ ലോകത്തിൽ നമുക്ക് ജീവിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല. പ്രൈസ് വി ആർ ലിവിങ് എ യൂസ്ലെസ് ലൈഫ്. നമുക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ഒരു നന്മയും ഇല്ലാത്തൊരു ജീവിതമാണ് നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വേണേ കുറേ നാൾ നമുക്ക് ജീവിക്കാം കേട്ടോ, കുറേ നാൾ നമുക്ക് ഇങ്ങനെ പോകാം. ബട്ട് ദർ വിൽ ബി എ ടൈം, ഒരു സമയം വരും ഹല്ലേലൂയ, ഒരു കൊളുത്ത്. പ്രൈസ് ദി ലോർഡ്. ഒരു സമയം വരും, ദ എൻഡ് വിൽ കം. പ്രൈസ് ദി ലോർഡ്. ആ അവസാനത്തിങ്കിൽ അയ്യോ പാസ്റ്റർ അങ്കിൾ അന്ന് ചർച്ചിലൊക്കെ ഇത് ഭയങ്കര ശബ്ദം ഉയർത്തി പറഞ്ഞൊക്കെ ഞാൻ കേട്ടതാ, പക്ഷേ ഐ വാസ് നോട്ട് ഏബിൾ ടു ഫോളോ, ഐ വാസ് നോട്ട് ഏബിൾ ടു കൺവിൻസ് മൈ സെൽഫ്. അതുകൊണ്ട് അവസാനത്തിങ്കിൽ കർത്താവേ വൺ മോർ ചാൻസ്, എനിക്ക് ഒരു അവസരം കൂടെ തന്ന. നോ, there is no other chance, there is no any other chance, this is the only final chance. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റുന്ന അവസാനത്തെ അവസരമാണ് ഈ ലൈഫ് എന്ന് പറയുന്നത്. There is no second life in this world. ഈ ലോകത്തിൽ this is the only last life that we can live. കർത്തനന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ സ്വീകരിച്ചു തൻ ശബ്ദത്തെ നടന്നു കർത്തനന്റെ ജ്ഞാനവന്റെ വിളിച്ചു ഞാൻ പിഞ്ചെന്നു സ്വീകരിച്ചു തൻ ശബ്ദത്തെ ഭാഗ്യനാൾ യേശുവൻ പാപം തീർത്തനാൾ ഭാഗ്യനാൾ ഈ നിത്യതയുമായി വെച്ച് നോക്കുമ്പോൾ ഈ ലോകത്തിലെ 70-80 എന്ന് പറയുന്നത് അത് വെറും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് പോലുമില്ല. നൈമിഷികമായ ഒരു ജീവിതം, ആ ജീവിതത്തിലാണ് we have been fall. അതിനകത്താണ് നമ്മൾ ഇപ്പോൾ വീണിരിക്കുന്നത്. സോ ദിസ് ഈസ് എ റൈറ്റ് ടൈം ടു ഡിസൈഡ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒരു സെക്കൻഡ് നന്നായി ജീവിച്ചാൽ എനിക്ക് നിത്യതയാണ് ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിന്നാൽ ഐ ആം ഗെറ്റിംഗ് മൈ എറ്റേണൽ ലൈഫ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആ നൈമിഷികമായ ജീവിതം, ഇഫ് വി സ്പോയിൽ ദാറ്റ് ഇൻ ദിസ് വേൾഡ്, വി ആർ ലൂസിങ് ദാറ്റ് എറ്റേണൽ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. എറ്റേണൽ സ്വർഗത്തിൽ ചെന്നില്ല എങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയൊന്നും ഇപ്പോൾ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല. രാത്രി കിടക്കുമ്പോൾ വല്ല സ്വപ്നമെല്ലാം കണ്ട നിങ്ങൾ എന്നെ വിളിച്ചു, പിന്നെ എന്ത് ചെയ്യും? നിങ്ങളുടെ പമ്പായി മമ്മി എന്നെ വിളിച്ച് വഴക്കുറം, പാസ്റ്റർ പിള്ളേരെ പേടിപ്പിച്ചെന്ന് പറയും. സോ യു വിൽ നോ ദാറ്റ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. നിത്യത നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് എന്തിനാ ജീവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് യു ആർ കൺഫേമിങ് യുവർ എറ്റേണൽ ലൈഫ്. സോ ഗോഡ്, ഞാനത് പറഞ്ഞു വന്നത്, ദൈവം നമ്മെ നോക്കി അല്ലെങ്കിൽ തൻ്റെ മുഖം പ്രകാശിക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്,
whether we are able to have a right fellowship with God, ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ തുടരാൻ കഴിയുന്നുണ്ടോ? ഈവൻ ദോ അല്ല നമ്മുടെ ചുറ്റുപാടുള്ളവരാരും ദൈവത്തെ അറിയുന്നവരില്ല, ഈവൻ ദോ ഇൻ അവർ ക്ലാസ് നൺ ഓഫ് ദം ആർ ലിവിങ് ഇൻ എ സച്ച് എ ലൈഫ്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ആർ യു ഡെയർ ടു ലീവ് എലോൺ? ഒന്നിച്ച് ഒറ്റയ്ക്ക് ഹല്ലേലൂയ ജീവിക്കാനായിട്ട് കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. അതാണ് നോഹ ചെയ്തത്. തൻ്റെ ചുറ്റുപാടും ആരുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ചുറ്റുപാടും തന്നെ നീതിമാൻ എന്ന് പറയാൻ ആ തലമുറയിൽ ആരുമില്ലായിരുന്നു. അവൻ ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി നിൽപ്പാനായിട്ട് കഴിഞ്ഞു. സോ ദാറ്റ് മേക്സ് ഗോഡ് സ്മൈൽ. സോ ഗോഡ് സ്മൈൽ വെൻ വി ലവ് ഹിം സുപ്രീംലി. പ്രാണപ്രിയ എന്നൊക്കെ പാടാൻ നമുക്ക് നല്ല എളുപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ പ്രേമ കാന്തനെ എന്നൊക്കെ പാടാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ആർ വി ഏബിൾ ടു ലവ് ഗോഡ് ഫ്രം അവർ ഹാർട്ട്? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം നോഹയുടെ ലൈഫിൽ നമ്മൾ കാണുന്നത് ഗോഡ് സ്മൈൽസ് വെൻ വി ട്രസ്റ്റ് ഹിം കംപ്ലീറ്റ്ലി. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 7 ഒന്ന് എടുക്കാമോ? ഹീബ്രൂസ് 11 വേഴ്സ് 7. വിശ്വാസത്താൽ നോഹ അതുവരെ വായിച്ചോ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. നോക്കിക്കേ, അതുവരെ കാണാത്തവയെ കുറിച്ച് ഒരു അരുളപ്പാടുണ്ടായിട്ട് എന്ത് ചെയ്തു? ഒരു പെട്ടകം തീർത്തു. പ്രൈസ് ദി ലോർഡ്. അതുവരെ അറിയത്തില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ഉദാഹരണത്തിന് നോഹ മഴ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. മഴ കണ്ടിട്ടില്ലല്ലേ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 5 മുതൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, ഭൂമിയിൽ ദൈവം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? മഴ പെയ്ച്ചിട്ടില്ല. മഞ്ഞുകൊണ്ട്, ഡ്യൂസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഭൂമിയിലെ വൃക്ഷങ്ങളും ചെടികളൊക്കെ വളർന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ മഴയെന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് പ്രൈസ് ദി ലോർഡ് അറിയത്തില്ല. ഈ മഴ അറിയാത്ത നോഹയോട് ദൈവം പറഞ്ഞു ഒരു പെട്ടകം പണിയാൻ. ഈ പെട്ടകം പണിയുമ്പോൾ അത് കടലിൽ കൂടെ പോകുന്ന സാധനം, വെള്ളത്തിൽ കൂടെ പോകുന്ന സാധനമാണെന്ന് അറിയണമെങ്കിൽ നോഹ എന്തും കൂടെ കാണണം, കടലും കാണണം. പ്രൈസ് ദി ലോർഡ്. നോഹയുടെ ആ മിഡിൽ ഈസ്റ്റേറിയൻ അല്ലെങ്കിൽ ആ ഒരു ഭൂപ്രകൃതി, മെസപ്പൊട്ടോമിയൻ ഭൂപ്രകൃതിയിൽ അടുത്തെങ്ങും എന്തില്ല? ഒരു കടലില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കടൽ കാണാത്ത നോഹ, മഴ കാണാത്ത നോഹ, ദൈവം അവനോട് പറഞ്ഞു പെട്ടകം പണിയാനായിട്ട്. ഹി ജസ്റ്റ് കംപ്ലീറ്റ്ലി ട്രസ്റ്റഡ് ഓൺ ഗോഡ്. ദൈവത്തിൽ അവൻ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? ആശ്രയിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചർച്ചിലൊക്കെ പല എൻജിനീയേഴ്സ് ഉണ്ട്. നിങ്ങളോട് ചോദിക്കാം, റെനി ബ്രദർ ഒരു എൻജിനീയറാണ്. നദി കണ്ടിട്ടില്ലെങ്കിൽ പാലം ഉണ്ടാക്കാൻ പറ്റൂ? യു ഹാവ് നെവർ സീൻ എ റിവർ ഇൻ യുവർ ലൈഫ്. ക്യാൻ യു ഏബിൾ ടു ഡിസൈൻ എ ബ്രിഡ്ജ്? ബ്രിഡ്ജ് എന്താ, നദി എന്താ ഒന്നും അറിയാതെ ദൈവം പറയും ഒരു ബ്രിഡ്ജ് പണിയാൻ പറഞ്ഞാൽ ബ്രിഡ്ജോ? അങ്ങനെ സാധനം ഞാൻ കേട്ടിട്ടേ ഇല്ല. കടലും നദിയും കാണുന്നവനെ ഇതിൻ്റെ മുകളിലൂടെ ഒരു സാധനം പണിയണമെന്നുള്ളത് അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കടൽ കണ്ടിട്ടില്ലാത്ത, മഴ പെയ്യുന്നത് കണ്ടിട്ടില്ലാത്ത നോഹയോട് ദൈവം പറയുകയാണ് എന്ത് ചെയ്യാ? നീ ഒരു, അതാ പറഞ്ഞത്, അതുവരെയും കാണാത്തവയെ കുറിച്ച് കണ്ടിട്ട് എന്ത് ചെയ്യാണ്? ദൈവം നോഹയോട് പറയുകയാണ് ഒരു പെട്ടകം തീർക്കാൻ. സോ ഹി വാസ് ഏബിൾ ടു കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ഓൺ ഗോഡ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. നോഹയ്ക്കറിയത്തില്ല ഇതെങ്ങനെ ഫങ്ഷൻ ചെയ്യുമെന്ന്, നോഹയ്ക്കറിയത്തില്ല ഇതെങ്ങനെ കടലിലേക്ക് ഇറക്കണമെന്ന്, നോഹയ്ക്കറിയത്തില്ല ഇതെങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കണമെന്ന്, ഹൗ ഇറ്റ് കുഡ് ഫങ്ഷൻ, ഇതൊന്നും നോഹയ്ക്കറിയത്തില്ല. എന്നാൽ നോഹ ഒരു കാര്യം ചെയ്തു, ഹി ട്രസ്റ്റഡ് കംപ്ലീറ്റ്ലി ഓൺ ഗോഡ്. ദൈവമാണ് പറഞ്ഞതെന്ന് ബോധ്യമുള്ളത് കൊണ്ട്, ദൈവമാണ് എന്നോട് വാഗ്ദത്തം ചെയ്തതെന്ന് നോഹയ്ക്കറിയാവുന്നത് കൊണ്ട് നോഹ പറഞ്ഞു, ഇല്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. കർത്താവ് എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ അത് പ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. Praise the Lord. So God smiles when we trust God completely. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ ലോജിക്ക് കൊണ്ട് ചിന്തിച്ചാൽ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയത്തില്ലായിരിക്കാം. നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ വി കനോട്ട് കോംപ്രിഹെൻഡ് സംതിങ്. നമ്മുടെ റാഷണൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പ്രൈസ് ദി ലോർഡ് ചിലപ്പോൾ ഇതൊന്നും മനസ്സിലാകണമെന്നില്ല. ബട്ട് ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമുക്ക് മറുപടികളെ തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ തലമുറകളിൽ പലരും വളരെ റാഷണലായിട്ട് ചിന്തിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്.
വളരെ യുക്തിഭദ്രമായിട്ട് ചിന്തിക്കുന്നവരാണ്. ദാറ്റ് ഈസ് ഗുഡ്, ഓൾവേസ് ഹാവിങ് എ റാഷണൽ തോട്ട്. എന്നാൽ പ്രിയപ്പെട്ടവർ, ഒരു കാര്യം പറയാം, നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അപ്പുറത്താണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വി കനോട്ട് ഇമാജിൻ വിത്ത് അവർ ലോജിക്, വി കനോട്ട് ഇമാജിൻ വിത്ത് അവർ റീസൺസ്. നമ്മുടെ യുക്തി കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഒന്ന് മാത്രം നമുക്ക് ചെയ്യാം, വി ക്യാൻ ട്രസ്റ്റ് ഹിം കംപ്ലീറ്റ്ലി. പ്രൈസ് ദി ലോർഡ്. അവനിൽ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് ആശ്രയിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാകും കർത്താവേ? പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെ നടക്കും കർത്താവേ? അതെങ്ങനെയാണ് സംഭവിക്കുന്നത് കർത്താവേ? അതിനൊരു ചാൻസ് ഇല്ലല്ലോ കർത്താവേ. നോഹ പറഞ്ഞില്ല ഇതെന്തോ പെട്ടകം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോഹയ്ക്ക് അറിയത്തില്ല. നോഹയ്ക്ക് അതുമാത്രമല്ല, ഭൂമിയിലുള്ള സകല മൃഗങ്ങളെ എന്ത് ചെയ്യണം? അതിനകത്ത് കയറ്റുകയും വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സിംഹത്തെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മുട്ട് ഇടിക്കും. അപ്പോൾ നോഹയോട് പറയുന്നത് ഭൂമിയിലുള്ള സകലത്തിനെ എന്ത് ചെയ്യണം? യു ഹാവ് ടു കൺട്രോൾ ആൻഡ് റോൾ ഓവർ ടു ഇതിനകത്തേക്ക്, ഈ പെട്ടകത്തിനകത്തേക്ക് കയറ്റണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാനായിരുന്നെങ്കിൽ അന്നേരമേ അവിടുന്ന് സ്ഥലം കാലിയാക്കിയതുമായിരുന്നു. ഇതൊന്നും എൻ്റെ ചിലപ്പം ഹല്ലേലൂയ എനിക്ക് എൻ്റെ ഹലോസിനേഷൻ വന്നപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ തോന്നിയ ചിന്തയായിരിക്കും, പോ സാത്താനെ എന്ന് പറഞ്ഞ് ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്തേനെ? എൻ്റെ വഴിക്ക് പോയേനെ. പ്രൈസ് ദി ലോർഡ്. കാരണം I cannot comprehend with my rational, I cannot comprehend with my reason, I cannot understand with my logic. ഇതൊന്നും എൻ്റെ ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എങ്കിലും നോഹയ്ക്കും ഇത് തന്നെ സംഭവിച്ചത്. നോഹ പക്ഷെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചു. He trusted on God completely. അപ്പോൾ ദൈവത്തിൻ്റെ പ്രകാശനം, ഇഫ് ഗോഡ് വാണ്ട്സ് ടു സ്മൈൽ ഓൺ അസ്, കർത്താവ് ദൈവത്തിന് നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പ്രകാശിപ്പിക്കണമെങ്കിൽ, തൻ്റെ മുഖം പ്രകാശിപ്പിക്കണമെങ്കിൽ, വി ഹാവ് ടു ട്രസ്റ്റ് ഹിം കംപ്ലീറ്റ്ലി. മൂന്നാമത്തെ കാര്യം 5 ഫാക്ടേഴ്സ് ആണ് അല്ലേ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഗോഡ് സ്മൈൽസ് വെൻ വി ലവ് ഹിം സുപ്രീംലി. വളരെ ഏറ്റവും ശ്രേഷ്ഠമായി ദൈവത്തെ നമ്മൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്നേഹിക്കുമ്പോൾ. സെക്കൻഡ് തിങ്, ഗോഡ് സ്മൈൽസ് വെൻ വി ട്രസ്റ്റ് ഹിം കംപ്ലീറ്റ്ലി, പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ. മൂന്നാമത്തെ കാര്യം അവിടെ നോഹയുടെ ലൈഫിൽ നിന്ന് തന്നെ വീണ്ടും വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6:22. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. പ്രൈസ്. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെ എന്ത് ചെയ്തു? നോഹ ചെയ്തു. ഗോഡ് സ്മൈൽസ് വെൻ വി ഒബേ ഹിം ഓൾ ഹാർട്ടഡ്ലി. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ഈ പെട്ടകമുണ്ടാക്കേണ്ട സൈസ്, ഷേപ്പ്, മെറ്റീരിയൽ, ഇതിനെക്കുറിച്ചൊന്നും ദൈവം പറഞ്ഞു ഇത്ര മുഴം നീളം, ഇത്ര മുഴം വീതി, ഇതൊക്കെ പറഞ്ഞു. ഞാനിപ്പോഴും എൻ്റെ ഒരു ലോജിക്കിൽ ചിന്തിക്കുന്നത്, ഈ ഇത്ര മുഴം നീളത്തിലും ഇത്ര ഉയരത്തിലും ഉള്ള ഒരു പെട്ടകത്തിൽ ഈ ലോകത്തിലുള്ള എല്ലാ മൃഗങ്ങളെയും കയറ്റാൻ പറ്റുമോ? പല ആൾക്കാരും ഈ ലോജിക്കലി റാഷണലി ചിന്തിക്കുന്നവർ നമ്മുടെ അടുത്തൊക്കെ ഒന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, ഇത്ര അടി നീളത്തിലും ഉയരത്തിലും ഇരിക്കുന്ന ഒരു കപ്പൽ അല്ലെങ്കിൽ ഒരു പെട്ടകം, അതിനകത്ത് ലോകത്തിലുള്ള എല്ലാ മൃഗങ്ങളെയും കയറ്റാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നോഹ, ഹി നെവർ ഓവർലുക്ക്ഡ് ദി ഇൻസ്ട്രക്ഷൻ ഓഫ് ഗോഡ്. ദൈവത്തിന് വിചാരിച്ചാൽ ഈ ഹോളിനകത്ത് എല്ലാ മൃഗങ്ങളെയും കയറ്റാൻ പറ്റും. വിശ്വസിക്കാവോ? ദൈവത്തിന് വിചാരിച്ചാൽ ഈ ചെറിയ ഹോളിനകത്ത് ഈ ലോകത്തിലെ സകല മൃഗങ്ങളെയും കയറ്റാം. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നതാണ്. ഹി വാസ് ഏബിൾ ടു ഒബേ ഗോഡ് ഓൾ ഹാർട്ടഡ്ലി. അവൻ ദൈവത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? വിശ്വസിച്ചു. പൂർണ്ണമായി അവൻ ദൈവത്തെ എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അനുസരിച്ചു. ദൈവം പറഞ്ഞതിന് കർത്താവെ, എന്നാലും AB² 2 3 + 2 എന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്ത് കാണും, തൻ്റെ ഇക്വേഷനും ഫോർമുലയൊക്കെ എന്ത് ചെയ്യും പറഞ്ഞു കാണും. ഇതിനകത്തൊന്നും എന്ത് ചെയ്യത്തില്ല, ഇത്രയും മൃഗങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല ആസ് പെർ മൈ ലോജിക് എന്ന് ഒന്നും തിരിച്ചെന്ത് ചെയ്തില്ല. നോഹ സംസാരിച്ചില്ല. ഹി വാസ് ഏബിൾ ടു ഒബേ. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്നവരെയാണ് ദൈവം ഹല്ലേലൂയ പ്രകാശിക്കുന്നത്. ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കാൻ, ചോദ്യം ചെയ്യാതെ, അതിൻ്റെ പിന്നിലെ യുക്തി തിരയാതെ, അതിൻ്റെ പിന്നിലെ റീസൺ നോക്കാതെ, അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഇൻഫർമേഷൻ ഫീഡ് ചെയ്യാതെ, ദൈവത്തോട് തിരിച്ചു ചോദിക്കാതെ, ദൈവത്തോട് തിരിച്ചു മറുവാദം പറയാതെ, അതേപടി വിശ്വസിക്കാൻ തയ്യാറായ നോഹയ്ക്ക് പ്രൈസ് ദി ലോർഡ് യഹോവയുടെ പ്രകാശനം, യഹോവയുടെ കൃപ അവൻ്റെ മേൽ ചൊരിയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്.
ഡിലേയ്ഡ് ഒബീഡിയൻസ് ഈസ് ഓൾസോ ഡിസൊബീഡിയൻസ് എന്നാണ് പറയുന്നത്. എന്താണ്? ഡിലേയ്ഡ് ഒബീഡിയൻസ് ഈസ് ഓൾസോ. കർത്താവ്, ഞാനൊന്നുകൂടെ ആലോചിച്ചിട്ടൊക്കെ നോക്കാം, ചിന്തിക്കാം, ഇച്ചിരൂടെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടൊക്കെ പറയാം എന്ന് ഡിലേയ്ഡ് ഒബീഡിയൻസ് ഈസ് ഓൾസോ ഈക്വൽ ടു ഒബീഡിയൻസ്. ദൈവം പറയുന്നത് ആ നിമിഷത്തിൽ, ആ സ്പോട്ടിൽ അനുസരിക്കാൻ തയ്യാറായ, അല്ലെങ്കിൽ അതിനെ ഒബേ ചെയ്യാൻ, അതിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചതാണ് നോഹയുടെ മേൽ യഹോവയുടെ കൃപ ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലരുണ്ട്, ഈ ദൈവം പറയുന്ന ആലോചന പകുതി അനുസരിക്കും, പകുതി എന്ത് ചെയ്യും, അവരുടെ ആലോചനയും കൂടെ എന്ത് ചെയ്യും, ഒന്ന് മിക്സ് ചെയ്യും. പാർഷ്യൽ ഒബീഡിയൻസ്. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്നത് കുറച്ച് കേൾക്കും, എന്നിട്ട് തൻ്റെ കുറച്ച് ഐഡിയാസ് കൂടെ അതിനകത്ത് എന്ത് ചെയ്യും, ഇടും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യഹോവയുടെ മുഖം നമ്മുടെ മേൽ പ്രകാശിക്കണമെങ്കിൽ വി ഹാവ് ടു ഒബേ ഹിം ഹോൾ ഹാർട്ടഡ്ലി. അവനെ പൂർണ്ണ ഹൃദയത്തോടെ, ഹല്ലേലൂയ, അവനെ അനുസരിക്കാൻ തയ്യാറാകണം. അനുസരിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ സംതിങ് ലൈക്ക്, ഇവിടെ എന്താ ദൈവത്തിൻ്റെ വചനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മേ ബി എ പാസ്റ്റർ ലൈക്ക് മീ വുഡ് ബി സിംപ്ലി എ മീഡിയം. ഞാനൊരു ഉപാധി മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിങ്ങളുടെ കാതുകളിലേക്ക് ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ശബ്ദമാണ്. ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. മേ ബി ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദി പാസ്റ്റേഴ്സ് മൗത്ത്. ഹല്ലേലൂയ. ബോബി പാസ്റ്ററിന്റെ വായിൽ നിന്നായിരിക്കും വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് ബോബിസ് പാസ്റ്റർ സ്പീക്കിംഗ് ഹിയർ. ഇറ്റ് ഈസ് ഗോഡ് ഈസ് ഡയറക്ട്ലി ഗിവിംഗ് ഹിസ് ഒറക്കിൾസ്. അവൻ ദൈവത്തിൻ്റെ ആലോചന നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇതൊരു മതപ്രസംഗം കേട്ടിട്ട് പോകുന്നത് പോലെ ലാഘവത്തിൽ പോകാനല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ വന്നിരുന്നിട്ട്, ഹല്ലേലൂയ, ഇവിടെ നടക്കുന്ന പ്രോഗ്രാം കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകുന്ന ലാഘവത്തിലല്ല ഇരിക്കേണ്ടത്. ദിസ് ഈസ് വാട്ട് ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു യു. ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് യെസ്, ദൈവം എന്നോട് സംസാരിക്കുന്നുവെങ്കിൽ ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു wholeheartedly believe. I am ready to wholeheartedly obey it. ദൈവം പറയുന്നത് അതേപടി മറുചോദ്യമില്ലാതെ വിശ്വസിക്കാൻ തയ്യാറാകുകയാണ് എന്ന് പറയുന്നവന്റെ മുഖത്തേക്ക് നോക്കിയാണ് യഹോവ പ്രകാശിക്കുന്നത്. അവന്റെ തിരുമുഖം അവന്റെ മേലാണ് പ്രകാശിപ്പിക്കുന്നത്. ദൈവം പറയുന്നത് അതേപടി അനുസരിക്കാൻ തയ്യാറാകണം. Don't apply your logic. Don't apply any of your thinking. Hallelujah. ദൈവമാണ് എന്നെ നടത്തുന്നതെങ്കിൽ അവന് പദ്ധതികളുണ്ട്. ദൈവമാണ് നമ്മെ നടത്തുന്നതെങ്കിൽ he had a definite plan. Hallelujah. നമ്മുടെ യുക്തി കൊണ്ട് ചിലപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെ അനവധി അനുഭവങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഞാൻ എൻ്റെ യുക്തി കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ പിന്നത്തേതിൽ ഇതായിരുന്നു ദൈവത്തിൻ്റെ പ്ലാൻ, ഇതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. വി cannot foresee what has God has planned for us. എൻ്റെ ജീവിതത്തിലോ നമ്മുടെ ജീവിതത്തിലോ ദൈവം എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നതെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയത്തില്ല. എന്നാൽ ജസ്റ്റ് ബിലീവ്. ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, അവൻ പറയുന്നത് കേൾക്കുക. ദൈവം അതിൻ്റെ സമയമാകുമ്പോൾ നമ്മുടെ മുമ്പിൽ അവൻ സകലത്തെയും വെളിവാക്കി തരും. So God's, praise the Lord, smile over a person. What makes God smile? It is God smiles when we obey him wholeheartedly. അവനെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കുമ്പോൾ അവൻ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ മേൽ അവൻ്റെ മുഖത്തെ പ്രകാശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ കാര്യം, നമുക്ക് ഉൽപ്പത്തി പുസ്തകം 8:20 വരാം. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് അറിയാമോ? നോഹ പെട്ടകമൊക്കെ ഉണ്ടാക്കി, ജലപ്രളയമൊക്കെ ഉണ്ടായി, മൃഗങ്ങളെയൊക്കെ കയറ്റി, ആഫ്റ്റർ സർട്ടൻ പീരീഡ്, കുറേ നാളുകൾക്ക് ശേഷമായിട്ട് എന്ത് ചെയ്തു? അങ്ങനെ പെട്ടകമൊക്കെ ഒരു പർവ്വതത്തിലേക്ക് ഉറച്ച് ആ പെട്ടകത്തിൽ നിന്ന് ആൾക്കാരെല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നോഹ ചെയ്ത് എന്താണ്? യഹോവയുടെ മുമ്പാകെ ചെന്നിട്ട് അവൻ എന്ത് ചെയ്തു? യാഗമർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. യഹോവയ്ക്കൊരു യാഗപീഠം പണിത്. ദാറ്റ് മീൻസ് നോഹ വാസ് ഏബിൾ ടു ഓഫർ താങ്ക്സ് ടു ഗോഡ്. അന്ന് പുരാതന കാലത്ത് ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നതും
ദൈവത്തിന് നന്ദി പറയുന്നതും എങ്ങനെയാണ്? യാഗമർപ്പിച്ചോടുകൂടിയാണ്. അല്ലെങ്കിൽ യാഗമർപ്പിക്കുന്നതോടുകൂടി ദൈവം മുമ്പാകെയുള്ള തൻ്റെ നന്ദി പ്രകടനം, തൻ്റെ ആരാധന അർപ്പിക്കുന്നതിന് തുല്യമായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോഹ തൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിച്ചതിന് ശേഷമായി, ആഫ്റ്റർ എ സർവൈവൽ, നോഹ ബിൽഡ് ആൻ ആർക്ക്. നോഹ ഒരു വലിയ യാഗപീഠം പണിതു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, സാധാരണപ്പെട്ട മനുഷ്യരാണെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ ആരാ താങ്ക് യു പറയുന്നത് ഇഷ്ടപ്പെടാത്തത്? നമ്മൾ പറയുമല്ലോ, ഒരു വാക്കൊരു നന്ദി പോലും എന്ത് ചെയ്തില്ല, അവന് പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. വീട്ടിലൊക്കെ നമ്മുടെ ഭാര്യമാർ ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല ഫുഡായിരുന്നു കേട്ടോ, താങ്ക് യു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും ഇല്ലേലും അവർക്കൊരു വലിയ സന്തോഷം തോന്നും. ലോകത്തിൽ ഒരു മനുഷ്യനും ഇല്ല അയ്യോ എന്നോട് താങ്ക് യു പറഞ്ഞു, ഞാൻ വെച്ച് ഇപ്പം 2 എണ്ണം പറഞ്ഞേക്കാം, ആർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമല്ല താങ്ക് യു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഇഷ്ടമാണ് എന്ത്? ഒരു വാക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവത്തിന് ഇഷ്ടപ്പെടത്തില്ലയോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ നടത്തുന്ന ഓരോ വിധങ്ങളും ഓർത്തിട്ട് ദൈവത്തിന് നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. നമ്മളാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് ATM മെഷീൻ പോലെയാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കയ്യിലോട്ട് ഒരു വിഷയം കൊടുക്കും, വിഡ്രോ ചെയ്തിട്ട് ഒരു പോക്ക, പിന്നെ അങ്ങോട്ട് ആ ഭാഗത്തോട്ട് തിരിയത്തേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ഓർക്കണം, ഇള ഞാനല്ലേ നിനക്ക് ഇതെല്ലാം തരുന്നത്, ഒരു നിമിഷമെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കി എനിക്കൊരു താങ്ക് യു പറ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നന്ദി പറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം മുമ്പാകെ അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്തിട്ട് ഹല്ലേലൂയ നമുക്ക് ദൈവസ്ഥലം നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. ഈ UAE പട്ടണത്തിൽ ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്, നമുക്ക് നല്ല ജോലി നൽകിയത്, നമുക്ക് നല്ല ഫാമിലി ലൈഫ് നൽകിയത്, നമ്മുടെ കുടുംബത്തെ പുലർത്താനൊക്കെ ദൈവം അവസരം നൽകിയത്, അതൊന്നും നമ്മുടെ കഴിവല്ല. ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ അവർ സർട്ടിഫിക്കറ്റ്, ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ അവർ സ്കിൽസ്, ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ വാട്ട് വി ഹാവ്, ബട്ട് ഇറ്റ് ഈസ് ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കരുണയാലാണ്. ഒന്ന് തിരിഞ്ഞു നോക്കി ദൈവത്തിന് നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തിട്ട് ദൈവത്തിന് നന്ദി പറയാൻ ഹല്ലേലൂയ. we need to build an ark for giving our sacrifice. ഹല്ലേലൂയ. നമ്മൾക്ക് ദൈവം മുമ്പാകെ നന്ദിയുള്ള ഹൃദയം ഉണ്ടാകണം. ദൈവം അതാ നോക്കുമ്പോൾ നമ്മുടെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ പ്രകാശിക്കണമെങ്കിൽ ഒരു വാക്ക് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ദൈവം മുമ്പാകെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയാനായിട്ട് നമുക്ക് കഴിയണം. മേ ബി ഇറ്റ് ഈസ് എ ഓൺലി മാറ്റർ ഓഫ് 2 hours we are coming here. 2 മണിക്കൂറത്തേക്കാണ് നമ്മളിവിടെ വരുന്നത്. പ്രൈസ് ഉള്ള ആഴ്ചയിൽ 2 മണിക്കൂർ ആണെങ്കിലും കർത്താവേ എന്നെ ഒരാഴ്ചയിൽ നടത്തിയല്ലോ, എന്നെ ഒരാഴ്ചയിൽ എൻ്റെ കമ്പനിയിൽ എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ, എൻ്റെ ഹോസ്പിറ്റലിൽ എനിക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നെ സഹായിച്ചല്ലോ. ഐ ആം വെരി താങ്ക്ഫുൾ. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് മൈ എബിലിറ്റി. ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ. ചൂടാണേലും സാരമില്ല, ട്രാഫിക് ആണേലും സാരമില്ല, ക്ഷീണമാണേലും സാരമില്ല, എനിക്ക് ആലയത്തിൽ വന്ന് ദൈവം മുമ്പാകെ ദൈവത്തിന് നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളിൽ നിന്നൊരു ആരാധന ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളിൽ നിന്നൊരു വർഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. വർഷിപ്പ് ഇസ് നോട്ട് ദൈവത്തിന് പുകഴ്ച കൊടുക്കുക മാത്രമല്ല, ഇറ്റ് ഈസ് താങ്കിങ് ഗോഡ്. ദൈവം മുമ്പാകെ നന്ദി പറയുകയാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഗോഡ് സ്മൈൽസ് ഓൺ പീപ്പിൾ വെൻ വി പ്രൈസ് ഹിം. അവൻ ആരാധന അർപ്പിക്കുമ്പോൾ ആൻഡ് താങ്ക് ഹിം കണ്ടിന്യൂലി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു നന്മ കിട്ടുമ്പോൾ അതിനൊരു താങ്ക് യു പറയും, പിന്നെ അടുത്ത ആണ്ടിലായിരിക്കും പിന്നെ അടുത്തൊരു താങ്ക് യു പറയാൻ എത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. God desires our thanks continually. അവൻ നമ്മുടെ ആഗ്രഹങ്ങൾ അവൻ്റെ മുമ്പാകെ God smiles when we praise and thank him continually. അവനെ നിരന്തരമായി നന്ദി പറയുകയും അവൻ ആരാധന അർപ്പിക്കുകയും ചെയ്യുന്നവൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് അവൻ പ്രൈസ് ദി ലോർഡ് പ്രകാശിക്കുന്നത്. അവസാനത്തെ കാര്യോട് പറഞ്ഞ് അങ്ങ് നിർത്താം. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 9:1 ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൻ. പ്രൈസ് ദി ലോർഡ്. ഈ സംഭവമൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ അടുത്ത ദൈവത്തിന്റെ നിയോഗം എന്ന വണ്ണമായി നോഹ വാസ് engaging into other activities for the rest of his life, maybe in this world. അവൻ വീണ്ടും സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിലെങ്ങും പെരുകാനായി ദൈവം, അവിടെ ആകെ മനുഷ്യർ 8 പേരെ ഇനി ശേഷിച്ചിട്ടുള്ളൂ. ഇറ്റ് ഈസ് എ ടാസ്ക് ഓഫ് നോഹ
ടു ബ്രിങ് ദി ഓഫ് സ്പ്രിങ്സ് ഫോർ ദി വേൾഡ്. ഈ ലോകത്തിലേക്ക് ഇനിയും അടുത്ത തലമുറയെ കൊണ്ടുവരാനുള്ള വലിയ ഉത്തരവാദിത്വം നോഹയുടെ മുകളിലാണ് ഇരിക്കുന്നത്. ആദാമ്യ വർഗത്തിൽ ജനിച്ചവരെല്ലാവരും, നോഹയുടെ കുടുംബം ഒഴിച്ച് ബാക്കി എല്ലാവരും മരിച്ചു. ഇനി നോഹ മാത്രം ശേഷിച്ചിരിക്കുന്നു. സോ ഗോഡ് smiles on people when they use their abilities. ദൈവം നമുക്കെല്ലാം കഴിവുകൾ തന്നിട്ടുണ്ട്. ദൈവം നമുക്കെല്ലാം ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. ദൈവം നമുക്കെല്ലാം ഹല്ലേലൂയ ഓരോ അനുഭവങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവം പ്രസാദിക്കുന്നത് ഇവിടെ വന്നിരുന്നിട്ട് പോകുന്നവരെ അല്ല, ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുന്നവരെയാണ്, ദൈവത്തിന് വേണ്ടി ചിലത് പ്രവർത്തിക്കുന്നവരെയാണ്, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ഓർപ്പിച്ച ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഗോഡ് സർവീസ് എന്ന് പറയുന്നത് പാസ്റ്റർമാർക്ക് വെച്ച പണിയല്ല. പ്രൈസ് ദി ലോർഡ്. ഓഫ് കോഴ്സ് ദേ ഹാവ് ടു ഡു ഇറ്റ്. എന്നാൽ എല്ലാവരും ചേർന്ന് ചെയ്യുന്നതാണ് ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത്. എല്ലാവരും ചേർന്ന് ചെയ്യുന്നതാണ് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. സോ ഐ അർജ് യു, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ശുശ്രൂഷയുണ്ട്. ദൈവം നിങ്ങൾക്കൊരു എബിലിറ്റി ആയിരിക്കും തന്നിട്ടുള്ളത്. മേ ബി ഇവിടെ വന്നൊരു ചേരിടാനുള്ള ശുശ്രൂഷയായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിയുന്ന ഏതെങ്കിലും നിലയിൽ ഒന്ന് സഹായിക്കാനായിരിക്കാം. ദൈവം നമ്മുടെ ആക്ടിവിറ്റീസ് നോക്കുന്നുണ്ട്. God smiles on our abilities. നമ്മൾ ചെയ്യുന്നതായ നമ്മുടെ കഴിവുകൾ, നമ്മൾ എങ്ങനെ നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു എന്ന് നോക്കിയാണ് ദൈവം, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ മേൽ പ്രകാശിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. I just shared 5 things. Would you can recap for me? എനിക്ക് വേണ്ടി ഒന്ന് റീക്യാപ്പ് ചെയ്തു തരാമോ? എന്തൊക്കെയായിരുന്നു? Praise the Lord. God smiles when we love Him supremely. God smiles when we trust Him completely. God, praise the Lord, smiles when we obey Him wholeheartedly. And God smiles when we praise and thank Him continually. Praise the Lord. Finally, God smiles when we use our എബിലിറ്റീസ്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നമുക്ക് തയ്യാറാകുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇനി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഗോഡ് ക്യാൻ യു സ്മൈൽ ഓൺ മീ, എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എൻ്റെ മേലൊന്ന് പ്രകാശിക്കാമോ? പ്രൈസ് ദി ലോർഡ്. നിൻ്റെ തിരുമുഖം എന്നെ നോക്കി ഒന്ന് പ്രകാശിച്ചാട്ട് എന്ന് ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ നമുക്കൊന്ന് ധ്യാനിക്കാം. കർത്താവേ, നീ എന്നെ നോക്കി പ്രകാശിക്കുന്നുണ്ടോ? നിന്റെ മുഖം എന്നെ നോക്കി പ്രകാശിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. Is God smiling on us? എന്നെ നോക്കിയിട്ട് ദൈവത്തിൻ്റെ ഒരു പുഞ്ചിരി തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്നെ നോക്കി എൻ്റെ മേൽ തിരുമുഖം പ്രകാശിക്കുന്നത് തടസ്സമായിട്ടുള്ള എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ ആലോചനകൾ കേട്ടിട്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനായിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞ് ഹൃദയ പലകളിന്മേൽ എഴുതി അത് ജീവിതത്തിലൊന്ന് പ്രായോഗികമാക്കാൻ ഇടയാക്കണമേ. ദി വെരി ഗോൾ ഓഫ് അവർ ലൈഫ് ഈസ് പ്ലീസിങ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രകാശനം എൻ്റെ മേലെത്തുക എന്നുള്ളതാണ്. കർത്താവെ, അതിന് തടസ്സമായി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ച് കർത്താവെ, തിരുമുഖം എൻ്റെ മേൽ പ്രകാശിക്കുന്ന അനുഭവത്തിലേക്ക് ഒന്ന് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.